നാരായണ 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 ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. ത്വൽ പ്രസാദായ ഭൂയാൽ. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ. നോചേൽ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുഃ ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഗുരുവായൂരപ്പാ ശരണം. പ്രസാദിക്കണേ പ്രസാദിക്കണേ. മേൽപ്പത്തൂരിന് ഈ നാരായണീയ രചനയ്ക്ക് മുമ്പ് ഭഗവാനോട് ഒരു തോന്നല്, നമ്മൾ പറയുന്നത് പോലെ മനസ്സിലൊരു മുൻവിധി ഉണ്ടായിരുന്നു. എന്നാൽ ഗുരുവായൂരപ്പനെ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞതോടെ ആ തോന്നലൊക്കെ അങ്ങോട്ട് മാറി. തൻ്റെ മാറിയ ചിന്താഗതിയുടെ തുറന്നു പറച്ചിലാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുക. അതാണ് കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതം. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ സൃഷ്ടി പ്രക്രിയ വളരെ കഷ്ടായിപ്പോയി എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ അനുസ്മരിക്കലുണ്ടായിട്ടുണ്ട്, ഭഗവാനിൽ നിന്നാണ് ഈ മായ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്, അതായത് പ്രകൃതി. അപ്പൊ ഈ ഭഗവാനിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ആ ഭഗവാന്റെ സൃഷ്ടി കഷ്ടായി എന്നാണ് ഗുരുവായൂരപ്പ എനിക്ക് വളരെ മുമ്പ്, പണ്ട് എന്നർത്ഥം, വളരെ മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചിന്തിച്ചിട്ടുള്ളത്. മേൽപ്പത്തൂര് പറയുകയാണ്, എന്താ കഷ്ടം? കഷ്ടം മറ്റൊന്നുമില്ല, ഇത് ഇന്ന് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം അങ്ങയുടെ സൃഷ്ടി തന്നെ, ഭഗവാന്റെ സൃഷ്ടിയാണല്ലോ. അങ്ങനെ
ആ ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ട, അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒരു ജീവിയെങ്കിലും ദുഃഖിക്കാത്തവരായിട്ടുണ്ടോ? ബഹുതര ഭവഖേദാവഹ ജീവഭാജ്യാം. സൃഷ്ടിയിൽപ്പെട്ട സകല എണ്ണത്തിനും ദുഃഖം ദുഃഖം ദുഃഖം. ദുഃഖമില്ലാണ്ട് ഒരൊറ്റ എണ്ണമില്ല. ജനനം മുതൽ മരണം വരെ, മരണം മുതൽ ജനനം വരെ. ഇതാണ് ജനിമൃതികളുടെ ചാക്രിക ഗതി. എങ്ങനെയെങ്കിൽ നമ്മൾ ഈ യന്ത്ര ഒഴിഞ്ഞാല് കണ്ടിട്ടുണ്ടാവും, അഥവാ യന്ത്രത്തിന്റെ സഹായത്തോടെ കൂടി തിരിയണ ഒരു ചക്രം, അതിൽ കയറിയിരിക്കാൻ പറ്റും, അതങ്ങനെ വട്ടത്തിൽ അങ്ങനെ കറങ്ങും. അങ്ങനെയുള്ളതൊന്ന് മുകളിലേക്ക് പോവും, പിന്നെ അത് താഴത്തേക്ക് തന്നെ വരും. വീണ്ടും മുകളിലേക്ക് പോവും, അത് വീണ്ടും താഴത്തേക്ക് തന്നെ വരും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ചാക്രിക ഗതിയെയാണ് ആചാര്യസ്വാമികള് പുനരപി മരണം, പുനരപി ജനനം, പുനരപി ജനനീ ജഠരേ ശയനം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ നടുക്ക്, എന്തിന്റെ നടുക്ക്? ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും നടുക്ക്, അഥവാ മരണം കഴിഞ്ഞ് ജനനത്തിന്റെ ഇടയില് ദുഃഖം മാത്രമേ ഉള്ളൂ. നമ്മള് ഒരമ്മയെ ബുദ്ധിമുട്ടിച്ച് ജനിച്ച് മരിച്ചു. വീണ്ടും എന്താ ഉണ്ടാവണത്? ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, വീണ്ടും ഒരമ്മയുടെ ഗർഭപാത്രത്തില്. എന്നാ അവിടെ സുഖാണോ? ഒട്ടും സുഖല്ല എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളല്ല, പുതിയ ശാസ്ത്രം കൂടിയും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ നടുക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് പറയണത്. ജനിച്ച മുതൽ മരണം വരെ ദുഃഖം. ഇനി മരണം കഴിഞ്ഞാലോ, അടുത്ത ജന്മം ഉണ്ടാവുന്നത് വരെയും ഗുരുവായൂരപ്പൻ ജനിക്കണമെന്ന് നിശ്ചയിച്ചു എങ്കിൽ അടുത്തത് വരെയും ഈ പറഞ്ഞ ദുഃഖം തന്നെയാണ്. സുഖം ഉണ്ടാവണില്ല. എന്നാൽ മനുഷ്യന്റെ കഥയോ, സുഖം ഉണ്ടാവണം എന്ന് വിചാരിച്ച് രാവും പകലൊന്നുമില്ലാണ്ട് ഒരുപാട് സമയവും ആയസ്സും പാഴാക്കി അനേകം കാര്യങ്ങൾ ചെയ്യും. എന്നിട്ടോ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരവസാന ഫലം, നമ്മൾ പറഞ്ഞ ഈ എൻഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ അവസാനം ദുഃഖം. എന്നിട്ടോ അവിടെ അവസാനിക്കണില്ല. ഇതുകൊണ്ട് ദുഃഖം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് തൻ്റെ ദുഃഖം പോലും സുഖം എന്ന് കരുതി മേനി നടിച്ചങ്ങനെ നടക്കുകയാണ് ഈ ലോകത്തില്. രജോധിക കർമ്മപരാ ദുഃഖേച സുഖമാനിനഃ. ജനനം മരണം, മരണം ജനനം, ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് സ്ഥായിയായ, അതായത് മാറ്റമില്ലാതെ കാണുന്ന ഒരു ഭാവം ഉണ്ടെങ്കിൽ അത് ദുഃഖമാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പ, കഷ്ടാതേ സൃഷ്ടിചേഷ്ട, അങ്ങയുടെ സൃഷ്ടി കഷ്ടായിട്ടോ ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂര്. കാരണം എന്താ? എല്ലാവർക്കും ദുഃഖം തന്നെ ഉള്ളൂ. ഇത്യേവം പൂർവം ആലോചിതം എന്ന് മുമ്പ് ആലോചിച്ചിരുന്നു. ഇപ്പൊ മുമ്പ് ആലോചിച്ചിരുന്നു പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയല്ല ആലോചിക്കണത്, ചിന്തിക്കണത് എന്നർത്ഥം. ചിന്തയില് മാറ്റം വന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഗുരുവായൂരപ്പൻ ചോദിക്കുന്നു, ഇപ്പോഴെന്താ വിചാരിക്കണ പട്ടേരിന്ന്? നോചേൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങയുടെ ഈ സൃഷ്ടി പ്രക്രിയ ഇല്ലായിരുന്നു എങ്കിൽ, ആ കഥയാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണത്. ഭഗവാൻ നമ്മളെ ഒരാളെയും സൃഷ്ടിച്ചില്ല എന്ന് വിചാരിക്കുക, എന്നാണ്ടാവണ കഥ എന്താന്നുള്ളതാണ്. ഈ സൃഷ്ടിയില്ലായിരുന്നുവെങ്കിൽ ജീവാത്മാക്കൾക്ക് ജന്മമില്ല. ഈ ജീവാത്മാക്കൾക്കൊക്കെ ജന്മം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ
ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുഃ ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ഈ സൃഷ്ടി ഇല്ലായിരുന്നു എങ്കിൽ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുഃ, മധുരോദാരമായ ഭഗവാന്റെ സ്വരൂപം, മാധുര്യമാർന്ന അത്രയ്ക്കും ആസ്വാദ്യകരമായ ഭഗവാന്റെ സ്വരൂപം, അതും ഛിദ്രസാർദ്രം സച്ചിദാനന്ദരസാമൃതം കൊണ്ട് നിറയ്ക്കപ്പെട്ടത്. അതിനാൽ അതുകൊണ്ട് തന്നെയുണ്ട് എക്കാലത്തും ഏറ്റവും ആസ്വാദ്യകരവും കൗതുകത്തെ ഉണ്ടാക്കുന്നതുമായ ആ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ സ്വരൂപം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. കണ്ണുകൊണ്ട് കുടിച്ചിട്ടും ചെവി കൊണ്ട് കുടിച്ചിട്ടും പരമരസസുധാംബോധിപൂരേ രമേരൻ. പരമാനന്ദ സമുദ്രത്തില്, ആ ആനന്ദ സമുദ്രത്തില് ആറാടിക്കളിക്കാൻ, നീന്തി തുടിച്ചു കളിക്കാൻ ഈ ജീവാത്മാക്കൾക്ക് സൗകര്യം കിട്ടുമായിരുന്നോ ഗുരുവായൂരപ്പ? അങ്ങടെ സൃഷ്ടിയില്ലെങ്കിൽ ഇതാണ് ഇപ്പ മേൽപ്പത്തൂര് ചിന്തിക്കുന്നത്. ഭഗവാന്റെ സൃഷ്ടി ഇല്ലായിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നില്ല തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് കണ്ണുണ്ട്, ചെവിയുണ്ട്, ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഭഗവാനെ അനുഭവിക്കാം എന്നുള്ള സൗകര്യം വന്നു, ഈ ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുകൊണ്ട്. ഇതാണ് ഈ ഭാഗവതത്തിലെ ഉള്ളൊരധ്യായം ശ്രുതിഗീത. വളരെ പ്രസിദ്ധമാണ്, ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ. ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തില് ഈ ഭഗവാനിൽ, നിർഗുണ ബ്രഹ്മത്തില് മനസ്സ് എങ്ങനെയാണ് പ്രവേശിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അവിടെ വെച്ച് ഉത്തരം പറയുന്നുണ്ട്. മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനെ അകൽപ്പനായ ച. ഈ ഇന്ദ്രിയങ്ങള് സൃഷ്ടിച്ചതിൻ്റെ അർത്ഥം, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങള് ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നതിൻ്റെ അർത്ഥം എന്തിനാണ്? ഇന്ദ്രിയങ്ങള് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ, അത് മാത്രല്ല, സുഖഭോഗങ്ങൾ അനുഭവിക്കാന്ന് മാത്രല്ല, അത് കഴിഞ്ഞ് ആ സുഖം ഇത്രക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഏത് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണോ സുഖഭോഗങ്ങൾ അനുഭവിച്ചത്, ആ ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് തിരിച്ചുവിടുക. അതായത് ഭഗവാനിലേക്ക് ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എത്തുക. അതിനു വേണ്ടിയാണ്. കണ്ണെന്തിനാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം കാണാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഇതുപോലെ. അപ്പോൾ മനുഷ്യർക്ക് ഈ ഇന്ദ്രിയങ്ങള്, ചെവികളും കണ്ണുകളും ഉണ്ടായത് കൊണ്ടാണ്, തുടങ്ങിയ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നേത്രൈ പീത്വാ, ഗുരുവായൂരപ്പന്റെ ഈ കമനീയ രൂപം, മേൽപ്പത്തൂര് പറയണ പ്രത്യേകത എന്താണെങ്കിൽ കണ്ണുകൊണ്ട് നേത്രൈ പീത്വാ, കണ്ണുകൊണ്ട് കുടിച്ചിട്ട് എന്നാണ്. ഗുരുവായൂരപ്പനെ കണ്ണുകൊണ്ട് കുടിച്ചിട്ട്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കാണുക തന്നെയാണ്, ഗുരുവായൂരപ്പനെ ദർശിക്കുക തന്നെയാണ്. പക്ഷെ അതിന്റെ ആ പദപ്രയോഗം ദർശിക്കുക എന്നല്ല. നേത്രൈ പീത്വാ, ഇതിന് നമ്മുടെ നാട്ടില് പറയണ ഒരു പ്രത്യേകത എന്താ? ചില ആളുകള് മറ്റു ചില ആളുകളെ
കണ്ണെടുക്കാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഇങ്ങനെ ഈ കണ്ണെടുക്കാണ്ട് നോക്കുന്നതിനെയാണ് നമ്മള് നിർനിമേഷനായിട്ട് നോക്കുക എന്ന് പറയണത്. മേൽപ്പത്തൂര് ഇത് കണ്ടിട്ടാണ് പറയണത്. എന്ത്? സ്വന്തം കണ്ണുകളെ കൊണ്ട് ഇത് കണ്ടിട്ടാണ് മേൽപ്പത്തൂര് പറയണത് നേത്രയെ പീത്വാ. അതെങ്ങനെയാണെങ്കിൽ അകത്തുകെട്ടുംപടിയിൽ ഇരുന്നിട്ടാണ് മേൽപ്പത്തൂര് നാരായണീ രചന എന്നൊക്കെ നമ്മൾ നേരത്തെ അനുസ്മരിക്കലുണ്ടായി തുടങ്ങിയത് എന്നുള്ളത്. അദ്ദേഹത്തിന് ഇപ്പൊ അവിടെ ഇരുന്നാൽ, അകത്തുകെട്ടുംപടിയിൽ ഇരുന്നാൽ ഭഗവാന്റെ മുന്നില് ആ സോപാനത്തിന്റെ അവിടെ നിൽക്കുന്നവരെ സുഖമായിട്ട് കാണാം. അവിടെ നടക്കണതൊക്കെ നന്നായിട്ട് കാണാം. അങ്ങനെ കണ്ടു മേൽപ്പത്തൂര് ഭഗവാനെ തൊഴുകാൻ വരുന്നവരെ. എന്നിട്ടാണ് പറയണത് നേത്രയീ പീത്വാ. അവരങ്ങനെ കണ്ടാലെ കണ്ണുകൊണ്ട് ആ ഭഗവാൻ ഇങ്ങനെ കുടിക്കുകയാണ് എന്നുള്ളത്. ചെറിയൊരു ഉദാഹരണം, നമ്മുടെ തന്നെ കാര്യം പറയാം. നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പോയിട്ടുള്ള കഥ ഒന്ന് ഓർക്കുക. അടുത്ത കഴിഞ്ഞതായാലും എപ്പോഴായാലും വേണ്ടില്ല. ചില ആൾക്കാരൊക്കെ ഓരോ തരത്തില് ഓരോ സന്ദർഭങ്ങളിലാണ് പോവുക. ചിലപ്പോ മാസത്തിന്റെ അവസാനം, ചിലർക്ക് 3 മാസം കൂടിയിട്ട്, മറ്റു ചിലര് 6 മാസം ആവുമ്പോ, ഒരു കൊല്ലത്തിൻ്റെ ഉള്ളില് ഒക്കെയാണ് ചിലപ്പോ ഭഗവാനെ ഒന്ന് ചെന്നിട്ട് ദർശിക്കാൻ സാധിക്കുക. പോകുമ്പോഴോ അപ്പ വിചാരിക്കും 6 മാസമായി, ഇല്ലെങ്കിൽ 1 കൊല്ലായി. താൻ ഇതിനിടയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഭാര്യയ്ക്കും കുട്ടികളൊക്കെ ഒന്നും ഇടയിൽ പോവാൻ അങ്ങനെ പറ്റിയിട്ടില്ല, 1 കൊല്ലാവുകയായി. അപ്പോ ഭാര്യയെ കൂട്ടിയിട്ടുണ്ട്, മക്കളെ കൂട്ടിയിട്ടുണ്ട്, വയസ്സായ മാതാപിതാക്കള് ഒക്കെ കൂട്ടിട്ടുണ്ട്, അവരെയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ക്യൂവിൽ നിന്ന്, അതുപോലെ കൊടിമരത്തിന്റെ ആ ഭാഗത്ത് അവിടെ നിൽക്കുമ്പോഴൊക്കെ ഭാര്യയോട് പറയും, കുട്ടികളുടെ കൈയൊക്കെ വിടരുത്, കൈ പിടിക്കണം, നല്ല തിരക്കുണ്ട്. അതുപോലെ അമ്മയോട് പറയും, അച്ഛനോട് പറയും, ഒപ്പം ഉണ്ടാവണം, ഒപ്പം നിൽക്കണം, പിന്നിലേക്ക് ആവരുത്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും ഈ പറയണ അമ്മ അഥവാ അച്ഛൻ പിന്നിലേക്ക് പോവാതെ. ഇങ്ങനെ ആ ക്യൂവില് നല്ല തിരക്കുണ്ട്, പതുക്കെ നീങ്ങി നീങ്ങി ഭഗവാന്റെ മുഖമണ്ഡപത്തിന്റെ മുമ്പിൽ എത്താറായാൽ, മറ്റ് മുമ്പിൽ നിന്ന് ഭഗവാനെ ദർശിക്കുന്ന ആൾക്കാര് അവരുടെ ആ ഇടയിൽ കൂടിയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഭഗവാനെ നമ്മൾ ദർശിക്കും. കഴുത്ത് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ഒക്കെ നമ്മൾ ചെരിഞ്ഞിട്ടും ചാഞ്ഞിട്ടൊക്കെ നോക്കി ഇങ്ങനെ ദർശിക്കും. അപ്പോഴേക്കും നമ്മള് പതുക്കെ ഈ ഭഗവാന്റെ ആ മുമ്പിലേക്ക് അങ്ങോട്ട് എത്തി, സുഖമായിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടു. ആ ദർശിച്ച മാത്രയില് എന്റെ ഗുരുവായൂരപ്പ എന്നൊരു വിളി. ഏതാനും നിമിഷം, അത്ര നേരെയാണ് നമുക്ക് അവിടെ ചെന്ന് നിൽക്കാൻ സാധിക്കുള്ളൂ. ആ ദർശന മാത്രയിൽ തന്നെ നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് മറന്നു. എന്നിട്ടോ കണ്ണടച്ച് തുറക്കാതെ, ഇമ വെട്ടാതെ ആ ഭഗവാനെ ഒരു ദർശിക്കലുണ്ട്, കാണലുണ്ട്. അതോടുകൂടി എല്ലാം മറന്നു നമ്മള്. പിന്നെ എപ്പോഴാ നമുക്ക് ഒപ്പമുള്ളവരെ കുറിച്ച് ഓർമ്മ വരണത്? കഴിഞ്ഞ് ആ വലിയ ഭണ്ഡാരത്തിന്റെയോ അല്ലെങ്കിൽ ആ സപ്തമാതൃക്കളുടെയൊക്കെ അടുത്തെത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിൽക്കും. അന്നും ഇങ്ങനെ തന്നെ ഇരുന്നു. ഇതിപ്പോ ഇന്നത്തെ കാര്യമൊന്നുമല്ല, അന്നും അങ്ങനെ തന്നെ ഇരുന്നു. ഈ ഭഗവാൻ അമ്പാടിയിലുള്ളപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നു. ശ്രീകൃഷ്ണനായിട്ട് ആ പരബ്രഹ്മം അവതരിച്ചപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നു. കണ്ടോര് മുഴുവനും കണ്ണെടുക്കാണ്ട് നോക്കി അങ്ങനെ നിൽക്കും. ഇത് കണ്ട മേൽപ്പത്തൂരാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് ഇങ്ങനെ
കണ്ണെടുക്കാണ്ട് ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി, ഇവര് ഈ കണ്ണുകൊണ്ട് ഭഗവാനെ അങ്ങട് ഉള്ളിലേക്കാക്കുകയാണ്. അതിനെ സംസ്കൃതത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോ എന്തായി? നേത്രൈ പീത്വാ, കണ്ണുകൊണ്ട് കുടിച്ചിട്ട്. പിന്നെയോ അവിടെ പല ഭാഗങ്ങളിലായി, നമ്മളൊന്നും ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ, പല ഭാഗങ്ങളിലായിട്ട് ഗുരുവായൂരപ്പന്റെ ദർശനം നേരെയാക്കാൻ കാവൽക്കാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ഭഗവാൻ. അവരില്ലെങ്കിലോ? ആരെങ്കിലും ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറിത്തരലുണ്ടാവുമോ? നമുക്ക് വേഗം ഇങ്ങോട്ട് മാറുക, പിന്നെയുള്ള ആള് തൊഴുതോട്ടെ എന്ന് വിചാരിക്കലുണ്ടാവില്ല. മാറാൻ പറ്റില്ല നമുക്ക് ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന്. അപ്പൊ നമ്മള് കണ്ണുകൾ കൊണ്ട് ഭഗവാനെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കുകയാണ്. അതുപോലെ പട്ടേരി പറയണു, മേൽപ്പത്തൂര് പറയണു, നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ, ശ്രോത്രൈശ്ച പീത്വാ, ചെവികളെ കൊണ്ട് കുടിച്ചിട്ട്. അതിലേറെ ഇതായി. ചെവി കൊണ്ട് എങ്ങനെ ഭഗവാനെ കുടിക്കുക? അത് നമുക്കൊന്ന് രസകരമായിട്ടൊന്ന് ആലോചിക്കാം. പലതും കണ്ട കാര്യം തന്നെയാണ് കേട്ടോ പറയണത്. ഇതൊക്കെ ഗുരുവായൂർ ചെന്ന് തൊഴുതാൽ മാത്രം പോരാ. ഗുരുവായൂരപ്പന്റെ അവിടെ കുറച്ചു നേരമൊക്കെ ആ ക്ഷേത്രാങ്കണത്തിലൊക്കെ ഒന്ന് കുറച്ച് സമയമൊക്കെ നാമം ജപിച്ചിട്ടും നാരായണീയം വായിച്ചിട്ടും ഭാഗവതം വായിച്ചിട്ടും സഹസ്രനാമം ജപിച്ചിട്ടും കുറച്ചു നേരമൊക്കെ ചെലവഴിക്കണം. അപ്പൊ ഭഗവാനായിട്ട് നമുക്ക് ഇതിനൊക്കെ സഹായമാവണ പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാക്കണ കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ അദ്ദേഹം കൊണ്ടെത്തിക്കും. അപ്പൊ നമ്മൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് കടന്നു. ധർമ്മശാസ്താവിനെയും കൂടി ദർശിച്ചു. ഭഗവതിയെ തൊഴുതിട്ടുണ്ട്. അങ്ങനെ വന്ന് ധർമ്മശാസ്താവിനെയും കൂടി ദർശിച്ചു. അങ്ങനെ വീണ്ടും ഒരു 10 അടി പടിഞ്ഞാട്ട് നടന്നപ്പോഴാണ് ആ പടിഞ്ഞാറ് മുക്കിൽ നിന്നപ്പോ ഒരു ശബ്ദം കേട്ടത്. എന്തോ ഈ മൈക്ക് കൂടെ പറയണത് പോലെ. അപ്പൊ അവിടെ നിന്ന് ചില ആൾക്കാരോട് ചോദിച്ചു. അവിടെ ഒരു അപ്പ പറഞ്ഞിട്ടുണ്ട്, ഇത് മുകളിൽ നിന്നാണ് കേൾക്കണത് എന്ന്. അതെന്തായി അവിടെ, അതെന്താണെന്നായി. അപ്പൊ അവിടെ ഈ ഗുരുവായൂരപ്പൻ്റെ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് ആധ്യാത്മിക ഹാളിൽ നിന്നാണ്, അവിടെ ഒരു പരിപാടി നടക്കുകയാണ്, മുകളിലാണ്. അപ്പൊ തീർച്ചയായും അവിടെ നിന്ന് ചെന്ന് നോക്കാം എന്നുള്ളത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴോ ഒരാള് വളരെ ഗംഭീരമായിട്ട് ഭഗവാന്റെ അവതാര ലീല കഥാരസാമൃതം ഒരു ഗംഗാപ്രവാഹം എന്നതുപോലെ അങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഇരുന്ന ഉടനെ സ്വന്തം വാച്ചിലേക്ക് സമയം നോക്കി. 10:45. കാരണം 12 പൂജ കഴിഞ്ഞിട്ടാണ് തൊഴുകാൻ സാധിച്ചിട്ടുള്ളതേ. 10:45 ആയിട്ടുണ്ട്. തീർച്ചയായും 1.5 മണിക്കൂർ നേരം അവിടെ ഇരിക്കാം. ഇതെന്താന്നൊക്കെ ഒന്ന് നോക്കാം. കാരണം ആദ്യമായിട്ട് അപ്പൊ ഇതൊക്കെ കേൾക്കണതേ. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാം. അത് കഴിഞ്ഞാൽ ഭഗവാന്റെ ആ പ്രസാദം സ്വീകരിച്ച്, ഉച്ചയ്ക്കുള്ള ആ തന്നെ പറയണതേ, പ്രസാദം സ്വീകരിച്ച് ആ തീർത്ഥക്കുളത്തിൽ ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് കഴുകി ഉച്ചപൂജ തൊഴുത് അങ്ങോട്ട് പോവാം. ഉച്ചപൂജയ്ക്ക് അകത്ത് കിടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൊടിമരത്തിന്റെ അവിടെ നിന്നിട്ടെങ്കിലും തൊഴുതിട്ട് പോവാം ഗുരുവായൂരപ്പ. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ ഇങ്ങോട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പ്രഭാഷകൻ പറഞ്ഞു, ഇപ്പൊ സമയം 12:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി ഭാഗങ്ങള് ഉച്ചയ്ക്ക് ശേഷം ആവാന്ന്. അപ്പോളേ അയാള് ഓർത്തുള്ളൂ, തന്റെ വാച്ചിലേക്ക് നോക്കലുണ്ടായുള്ളൂ സമയം എന്തായി എന്നുള്ളത്. നോക്കുമ്പോ 12:30 കഴിഞ്ഞൂലേന്ന്. എന്താ കാരണം? ആ ഭഗവാനെ
ആചാര്യൻ കഥകളിലൂടെ വാക്കുകളിലൂടെ അങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് പറയുന്നത് കേട്ടപ്പോ സ്ഥലകാല ബോധമില്ലാണ്ട് സമയം പോയതറിയാതെ അതും കേട്ട് ഇരുന്നു. ഇതാണ് ശ്രോത്രൈശ്ച പീത്വാ, ചെവി കൊണ്ട് ഭഗവാനെ കുടിച്ചിട്ട് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് എങ്കില് ദാഹിച്ചിട്ട് ഇങ്ങനെ വയ്യ, നമുക്ക് അത്ര ദാഹമുള്ള സമയം. എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ അങ്ങനെ കുടിക്കാൻ അത്ര അങ്ങനെ ദാഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാള് കരിക്കിന്റെ വെള്ളം അതിധാരാളമായിട്ട് വലിയൊരു പാത്രത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കുടിക്കാം, ഇതാണ് പറയണത്. നമ്മളത് എങ്ങനെയാ കുടിക്കുക? അവിടെ വെച്ചിട്ടുള്ള ആ പാത്രത്തിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തേക്ക് എടുത്തിട്ട് കുടാന്ന് അങ്ങോട്ട് കുടിക്കും, മതിയാവോളം. വളരെ വലിയ ആഗ്രഹത്തോടെ തന്നെ മതിയാവോളം അങ്ങോട്ട് അകത്താക്കും. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ കുടിക്കുക എന്ന് പറയണത്. ഇതുപോലെ ഭഗവാനെ, ഗുരുവായൂരപ്പനെ കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടും അകത്തേക്കാക്കിയിട്ട് എന്ന് ചുരുക്കം, കുടിച്ചിട്ട്. നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ, അകത്തൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഗുരുവായൂരപ്പനോ, അദ്ദേഹം അതിലേറെ കേമനാണ്. വളരെ ഉന്നത മഹിമയാണ് ഗുരുവായൂരപ്പന്റെ മഹിമ, അത്ര വളരെ കാരുണ്യം. നമ്മൾ ആ ഭഗവാനെ ദർശിക്കുന്ന മാത്രയില് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. ദർശനം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണോ? അല്ലേ അല്ല. അതേപോലെ തന്നെ നമ്മള് നാരായണീയം വായിക്കുമ്പോൾ നാരായണീയത്തിലത്തെ ആ സൂര്യസ്പർദ്ധഗിരിയുടെ എന്നുള്ള ദശകം, അതുപോലെ സാന്ദ്രാനന്ദാവബോ തുടങ്ങുന്നത്, ആനന്ദരൂപ എന്നുള്ള അവതാരം, ഇങ്ങനെ ഏത് ദശകം നമ്മൾ വായിക്കുമ്പോഴായാലും, നാമം ജപിക്കുമ്പോഴായാലും, ഭാഗവതം വായിക്കുമ്പോഴും ഒക്കെ ഭഗവാൻ ആ നിമിഷം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ടൊന്നുമില്ല. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണാൽ, അപ്പോ പ്രകാശിക്കും. കുറെ കഴിഞ്ഞിട്ടല്ല പ്രകാശിക്കല്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരാനന്ദം, നമ്മുടെ മനസ്സിന് ഒരാനന്ദം, ഒരു അനുഭൂതി എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇത് ജീവാത്മാക്കൾക്ക് സാധിച്ചത് ഭഗവാന്റെ സൃഷ്ടിപ്രക്രിയ ഉണ്ടായതുകൊണ്ടാണ്. മേൽപ്പത്തൂര് പറയുന്നുണ്ട്. അതിനാൽ ഗുരുവായൂരപ്പ, ഭഗവാനെ അങ്ങ് ജയിച്ചു, ഇതാണ് അദ്ദേഹം പറയണത്. മഹാപ്രഭോ അങ്ങ് ജയിച്ചു. ഇത് ശരിയല്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പോ ആ പണ്ട് പറഞ്ഞതല്ല എന്ന് ബോധ്യമായിട്ടുണ്ട് ഗുരുവായൂരപ്പ. ഇപ്പൊ അങ്ങനെയല്ല, ഗുരുവായൂരപ്പ അങ്ങ് ജയിച്ചു. ഇതാണ് അജിത എന്നുള്ള ആ സംബോധന. എന്നിട്ടോ ഇങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? അവരാകട്ടെ ഭഗവാനെ ഉള്ളിലാക്കിയിട്ട് പരമരസസുധാം ബോധിപൂരേ രമേരൻ, അനിർവചനീയമായ
ഒരു ആനന്ദാനുഭൂതിയില് അങ്ങനെ ലയിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് എന്നാണ്. ആ ആനന്ദത്തിലേക്ക് ഭഗവാൻ കൈപിടിച്ച് കൊണ്ടുപോകണു. ഗുരുവായൂരപ്പന്റെ ആ അടുത്ത പ്രത്യേകത എന്താണ്? അതാണ് 8-ാമത്തെ ശ്ലോകത്തിലുള്ളത്. അത് നമുക്ക് അടുത്ത ഇതില് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.